ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി മെഷീനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് റാന്യൂൻ്റെ മെഷീനാണ്. ഇതിൽ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബിഗിനറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എംബ്രോയ്ഡറി ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ മെഷീൻ തന്നെ കാണുന്നത് ഇത് വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ. അത് യൂട്യൂബിൽ ഞാൻ പല വീഡിയോസും കാണാനിടയായിട്ട് ഞാൻ ഇൻസ്പയർഡായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കിത് ഒരുപാട് ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണേ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു ബിഗിനറാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എനിക്കിനി പഠിച്ചിട്ട് വേണം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വഴിയെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കുറച്ച് ഹിന്ദി ചാനൽസ് ഉണ്ട് കേട്ടോ, ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനിപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇത് ഞാൻ ത്രെഡ് വാങ്ങിച്ചേക്കുന്ന ഒരു പോളിസ്റ്റർ ത്രെഡാണ്. സിൽക്ക് ത്രെഡ് ഉണ്ട്, പക്ഷേ ഇത് ക്വാളിറ്റി കുറഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിലയുള്ള ത്രെഡൊന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത് പോളിസ്റ്റർ ത്രെഡാണ്. പിന്നെ ഇത് മെഷീൻ എംബ്രോയ്ഡറി പഠിപ്പിക്കുന്ന കുറേ സെൻറ്റേഴ്സ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സ്ഥലം എവിടെയും ഇല്ല. കുറേ ഞാൻ സെർച്ച് ചെയ്തു, അന്വേഷിച്ചു, പക്ഷേ എവിടെയും ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഒരു 2 സ്ഥലത്ത് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവരുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയത് കാരണം അവർ കോഴ്സ് നിർത്തി എന്നാണ് പറഞ്ഞത്. ഈ മെഷീൻ പോലും പലരുടെയും സെൻറ്ററിൽ ഇല്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ വൈറ്റിലയിൽ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 3 മന്ത് കോഴ്സ് ഉണ്ട്, 8,000 ആണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ആദ്യം എനിക്ക് പറ്റാവുന്ന പോലെ പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അതിന് ചേർന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിലൊരു ചാനൽ നോക്കിയിട്ടാണ് സ്റ്റിച്ചസൊക്കെ പഠിക്കുന്നത്. ഇതിന് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ പെഡൽ വെച്ചിട്ട് നമ്മൾ കാല് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കൈ ഉപയോഗിച്ച് നമ്മൾ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യണം. അതനുസരിച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും കൂട്ടിയും കുറച്ചും വരുമ്പോഴാണ് ഒരു ഡിസൈനായിട്ട് വരുന്നത് കേട്ടോ. നമുക്കിതിൽ വരച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് ആയത് കാരണം വരച്ചിട്ടൊക്കെയാണ് ചെയ്ത് പഠിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നൂലിടാതെ ഒന്ന് പേപ്പറിലോ മറ്റോ അടിച്ച് നോക്കി നമ്മുടെ കൈയുടെ ബാലൻസും കാലിൻ്റെ ആ സ്പീഡും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് വേണം കേട്ടോ നൂലിട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ആവേശം കാരണം നൂലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ നൂല് ആ വീഡിയോയിലും കാണുന്നത് ഇങ്ങനെയല്ല കേട്ടോ സെറ്റ് ചെയ്തേക്കണേ. അത് നേരെ വെച്ചിട്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഇത് വന്ന പോലെ തന്നെ ആണ് നൂല് സെറ്റ് ചെയ്തിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ നൂല് ഇതുവരെ അങ്ങനെ പൊട്ടിയൊന്നും പോയിട്ടില്ല. ചിലപ്പോൾ പുതിയ മെഷീൻ ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് റണ്ണിങ് സ്റ്റിച്ച്, ബേസിക് സ്റ്റിച്ചാണ് കേട്ടോ ആദ്യം അടിച്ചത്, 0-ലിട്ട്. അതുപോലെ തന്നെ 1-ലിട്ട് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തിക്നെസ്സിൽ കിട്ടും. പിന്നെ 2-ലിട്ട് അതിലേക്കാളും കൂടുതൽ 3, 4, 5 അങ്ങനെ 5 വരെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും കേട്ടോ. 5ആണ് മാക്സിമം സ്റ്റിച്ച്. അത് നല്ല വലുപ്പത്തിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സ്റ്റിച്ചസൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ അത് വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയൊരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ദിവസം ചെയ്ത് നോക്കിയപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രെയിം ഏത് ഡിഗ്രി, അതായത് തിരിക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ശരിക്കും ആ ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ കാലിൻ്റെ സ്പീഡ് നമുക്ക് ഓക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ലെങ്ത്തും നമുക്ക് ഓക്കെ ആണ്. പക്ഷേ നമ്മുടെ ഫ്രെയിം മൂവ്മെൻ്റ് അനുസരിച്ചാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരേ ഇതിൽ, അതായത് നമ്മൾ ഫ്രെയിം തിരിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊരു ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയായിട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നിയത്. ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെറ്റിൽ നിന്ന് കുറച്ച് പാറ്റേൺസ്, എംബ്രോയ്ഡറി പാറ്റേൺസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രിൻ്റ് ഔട്ട്. പിന്നെ അത് കാർബൺ കോപ്പി വെച്ച് ട്രേസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫ്രീ ഹാൻഡായിട്ട് ഇത്തിരി പെർഫെക്ഷൻ ആയെന്ന് തോന്നിയ ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ചെടി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ചെയ്യുന്നത്. അത്ര പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്ത് നോക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റിച്ചസ് പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് സ്റ്റിച്ച്, റൈസ് സ്റ്റിച്ച്, ബട്ടൺ സ്റ്റിച്ച്, അങ്ങനെ ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇത് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.